ആളുകൾ എങ്ങനെ രക്ഷപ്പെടും? അവരിൽ ചിലർ രക്ഷപ്പെടുന്നത് വെറും ദിവാസ്വപ്നം കണ്ടുകൊണ്ടാണ്, അത് ഒരിക്കലും സംഭവിക്കില്ലെന്ന് നടിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് ചെയ്തുപോലെ ദുഷ്ടഭാവനകളിലൂടെ അവർ രക്ഷപ്പെടുന്നു. സാത്താൻ പറയുന്നു, പുറത്തുപോയി ജീവിക്കുക, നന്നായി സമയം ആസ്വദിക്കുക, എല്ലാം മറക്കുക. ആനന്ദത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ, അഭിനിവേശം, വിശപ്പ്, ആഗ്രഹം എന്നിവയിലേക്കുള്ള ഒരു പറക്കൽ ഉണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ പ്രശ്നങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലും. ദശലക്ഷക്കണക്കിന് ആളുകൾ അത് ചെയ്യുന്നു. ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു, ഞാൻ പുറത്തുപോയി എന്റെ സെക്രട്ടറിയുമായി ഒരാഴ്ച പ്രണയത്തിലാകുന്നു. ലോകം വളരെ മോശമാണ്, സുഖഭോഗം ലഭിക്കുമ്പോൾ എനിക്ക് എന്റെ നല്ല സമയം ലഭിക്കും എന്നവർ വിശ്വസിക്കുന്നു. ഓരോ 2 വിവാഹങ്ങളിലും ഒന്ന് തകരുന്നു. ഭാര്യമാരുടെ കൈമാറ്റം ഇന്ന് വളരെയേറെ കൂടുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിശ്വസനീയമായ കാര്യങ്ങളാണ്. എത്ര കാലം? ദൈവം അത് തുടരാൻ എത്ര കാലം അനുവദിക്കും? ഇത്ര വലിയ ഒരു രക്ഷയെ നാം അവഗണിച്ചാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? സുഖഭോഗങ്ങളുടെ വഞ്ചനയ്ക്കെതിരെ ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു.